മുത്ത ആശിക്കേ മച്ചാനെ ഇതെന്താ മച്ചാനെ സൂതന്നാണത് കൽബേ ഇത് അനക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു കൽബേ മുത്ത എനിക്ക് കണ്ടിട്ട് ഒരു ഐക്കറിന്റെ ലുക്കാണ് കാണുന്നത് സൂത ഐക്കറിന്റെ ലുക്കില സൂതന്റെ രൂപം ഐക്കറിന്റെ സ്റ്റൈലും രണ്ടുപേരും ഇതിനാണ് കൊടുത്താലേ നമ്മള് ഐക്കറ സൂത ഐക്കോറ സൂത ഇതാണ് മുത്ത ഒറിജിനൽ അസ്ലി ഐക്കോറ സൂത. ഇത് നമ്മളെ നാട്ടില് വളരെ അപൂർവേ വരലുള്ളൂ. എന്ന് വെച്ചാല് എന്താ പറയാ കൂടുതൽ എക്സ്പോർട്ടിങ്ങിന് പോകുന്ന മീനാണ്. ഇതിന്റെ തലാണ്ട് ഒഴിവാക്കിയിട്ട് പരത്തി കണ്ട് മുറിച്ച് കഴിഞ്ഞാൽ പക്ക ഐക്കോറിന്റെ മാതിരിയാണ്. നല്ല ടേസ്റ്റിയാണ്. പിന്നെ സൂതന്റെ അത്ര വേവില്ല, വേവ് കുറവാണ്. ബിരിയാണി വെക്കാൻ ഫിഷ് മോളിക്ക് എല്ലാത്തിനും പറ്റിയ മീനാണ് കേട്ടോ. ഈ കറി വെക്കാനും എല്ലാത്തിനും പറ്റിയ നല്ല വൈറ്റ് മീറ്റ്. പിന്നെ ഇത് എത്ര ഈ കടയിൽ വന്നിട്ട് ഞാനൊരു 6 മാസമായി. 6 മാസത്തിന്റെ ഇടയ്ക്ക് ഈ മീൻ ഇവിടെ എന്നെ വരെ കണ്ടിക്കണം. കണ്ടിട്ട് ആദ്യമായിട്ടല്ലേ കാണണേ? അതാണ് ഈ മീന് കൂടുതൽ എക്സ്പോർട്ടിങ്ങിനാ പോവാ, നാട്ടില് കിട്ടൂല, ഫുള്ള് വിദേശത്തേക്ക് കയറ്റുമതിക്ക്. പിന്നെ നല്ല ഫ്രഷ് മീനാ. ഈ മീനിന്റെ കളർ ഇങ്ങനെ തന്നെയാണ്. ഇതുണ്ടോ റോസാപ്പൂവാണ് മുത്തേ, റോസാപ്പൂ കണ്ടില്ല? അപ്പൊ ഈ മീനിന്റെ കളർ ഇങ്ങനെ തന്നെയാണ്. പിന്നെ എന്താ പറയാ, അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ചെറുങ്ങനെ ഒരു ബിരിയാണി ആക്കിയാലോ? ഐക്കറ ബിരിയാണിയാ? ഐക്കോറ ബിരിയാണി. ഐക്കറ പെരെ പറ്റിക്കാൻ പറ്റും? ഐക്കറന്ന് പറഞ്ഞു ഐക്കോറ കൊണ്ടേ കൊടുക്കുമ്പോ ഒരു 2 ലക്ഷം കൂടുതൽ അടിക്കും. ഐക്കോറ അടിക്കുന്ന വേണ്ടി കൂടുതൽ അടിക്കും. സൂതാന്ന് പറയണ്ട, ഐക്കറാന്ന് പറഞ്ഞു കൊടുക്കല്ലേ? ഐക്കോറ തന്നെ പറഞ്ഞാണ് ധൈര്യത്തില്. ഓക്കെ, എടുക്കുമ്പോ 2 കിലോ എടുക്കട്ടെ. ഒരു കിലോ എടുത്തോ? 1 കിലോ ഉണ്ടാവോ? 1 കിലോന് 3 ഉണ്ടാവും. 1 കിലോ 3 കണക്കാക്കി എടുക്ക് ജി. ഉറപ്പിച്ചേ? 3 ഉണ്ടാവുന്നല്ലേ പറഞ്ഞേ? ഉണ്ടാവോ? കിലോ 3 ഉണ്ടാവുന്ന പറഞ്ഞേ. ആടാ നമ്മള് കൈകൊണ്ട് തൂക്കിയാർക്ക് തെറ്റോ? ഞാൻ കൈകൊണ്ട് തൂക്കിയാർക്ക് തെറ്റോ? ഞാൻ പറഞ്ഞു ഉണ്ടാവില്ലെന്ന്. കാണണേ 965 ഗ്രാം. ഓടെ എന്നെ കൊണ്ടൊന്നും കഴിയൂലടാ. അപ്പൊ കൽപ്പ പോരാ. ഓക്കെ 3 എടുത്താ മത്തേ. ഓക്കെ